ഹലോ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ ഞാൻ ഇന്ന് പെരുന്നാൾ സ്പെഷ്യൽ ഒരു കേക്കാണ് ഉണ്ടാക്കാൻ പോണത്. ഫ്രഷ് മാംഗോ വെച്ചിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോണതിന് മുൻപ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 2 പഴുത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതാക്കി ഇതുപോലെ മുറിച്ചെടുക്കണം. ഇനി ഇത് നമുക്കൊന്ന് അരച്ച് നല്ലൊരു പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് അരച്ചാൽ നന്നായി അരഞ്ഞ് കിട്ടും. കഷ്ണങ്ങളൊന്നും ഇല്ലാണ്ട് നന്നായി അരഞ്ഞ് കിട്ടും. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക. പിന്നെ പഴുത്ത മാങ്ങ ആയതുകൊണ്ട് മധുരം ഉണ്ടാവും, പക്ഷെ എന്നാലും കുറച്ചും കൂടെ പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. കേക്ക് ആകുമ്പോൾ ഇത്തിരി കൂടെ മധുരം വേണമല്ലോ. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ഇത് നന്നായി അരിച്ചെടുക്കണം വേറൊരു പാത്രത്തിലേക്ക്. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ച് ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. മാംഗോയുടെ ഒരു പ്യൂരി ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് കുറുക്കിയെടുത്തിട്ട് ഇത് തണുപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്കുള്ള പൊടികളൊന്ന് എടുത്ത് വയ്ക്കുക. അപ്പോൾ ഇതിലേക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ടിട്ട് ഇത് നന്നായി ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ 1 കിലോ കേക്കാണ് ചെയ്യണത്. അപ്പോൾ ഇത് ഇതുപോലെ അരിച്ചെടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കുക. ഇനി നമുക്കിതിലത്തെ മറ്റുള്ളതൊക്കെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 2 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്യണം. ഇത് പകുതി ഒന്ന് ബീറ്റായി വരുമ്പോൾ ഇതിലേക്കുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം. അപ്പോൾ 1 കിലോ കേക്കിലേക്ക് പൊടിച്ച പഞ്ചസാര ആണെങ്കിൽ 1 കപ്പ്, പൊടിക്കാത്ത പഞ്ചസാര ആണെങ്കിൽ 3/4 കപ്പ്. അപ്പോൾ ഇപ്പോൾ ഞാൻ 3/4 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇത് കുറേശ്ശെ ഇട്ടിട്ട് ഇതുപോലെ ക്രീം ആവണ വരെ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടർ എസൻസ് ഒഴിച്ചു കൊടുക്കണം. 2-3 തുള്ളി, അതിൽ കൂടുതൽ ആവരുത്, ഭയങ്കര ഒരു കുത്ത് വരും ബട്ടറിൻ്റെ. അപ്പോൾ ഒരു 3 തുള്ളി ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള പ്യൂരി ഉണ്ടല്ലോ, അതിൽ നിന്ന് 1/4 കപ്പ് എടുത്തിട്ട് ഇതുപോലെ ഒഴിച്ചിട്ട് ഈ മിക്സിയിൽ ഒഴിച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് മൈദ മിക്സ് ഇതിലേക്ക് ഇട്ടിട്ട് കുറേശ്ശെ ഇട്ടിട്ട് ഇതുപോലെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മുഴുവനും പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ ബാറ്റർ ഒരു ഇത്തിരി തിക്കായിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്കിതിൽ ആദ്യം പാല് ചേർത്തിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് ഇതിലേക്ക് ഇനി നമുക്ക് പാല് ചേർത്ത് കൊടുക്കുക. ഇത്രയും തിക്ക് വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽ എടുത്തിട്ടുണ്ട്. അത് മുഴുവൻ ആദ്യം ഒഴിച്ചു കൊടുക്കരുത്. 1 ടേബിൾ സ്പൂൺ ആദ്യം ഒഴിച്ച് നോക്കുക. ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നോക്കുക. അപ്പോൾ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് മുഴുവനും ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മുഴുവൻ ഒഴിക്കുക. എന്നിട്ട് ഇതുപോലെ മുഴുവനായിട്ട് മിക്സ് ചെയ്തിട്ട് നോക്കുക. ബാറ്റർ ഒരു ഇത്തിരി അധികം ലൂസാവരുത്. നമുക്ക് കേക്കിൻ്റെ ഒരു ബാറ്ററിൻ്റെ പാകം നമുക്ക് ഇങ്ങനെ ഒഴിക്കുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ ആ പാകം ഇത് പാകം കറക്റ്റാണ്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ബേക്കിംഗ് ട്രേ എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു സ്ക്വയർ ടിന്നിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. 8 ഇഞ്ചിൻ്റെ പാനാണ്. ഇതിലേക്ക് നമുക്കൊന്ന് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് തന്നെ നമ്മൾ ഇതിനുള്ള പാൻ ചൂടാക്കാൻ അടുപ്പത്ത് വെക്കണം. എന്നിട്ട് ഇതിനെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് തട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് ചൂടായ പാനിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കുക. ചൂടായ പാനിലേക്ക് തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊരു 45 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. 45 മിനിറ്റ് കഴിയുമ്പോൾ നോക്കുക, ആയിട്ടില്ലെങ്കിൽ കുറച്ചും കൂടെ വെച്ച് കൊടുക്കണം. ഒരു വെയിറ്റൊക്കെ വെച്ചിട്ട് നമുക്കൊരു 45 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് വേവിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ 45 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 10 മിനിറ്റും കൂടെ കൂടുതൽ എടുത്തിട്ടുണ്ട്. മാംഗോയുടെ പ്യൂരി ചേർത്തിട്ടുള്ള കാരണം ആയിരിക്കും അത് കുറച്ചും കൂടെ വേവുണ്ട്. അപ്പോൾ ഇപ്പോൾ നോക്കിയപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂറിനടുത്ത് എന്തായാലും ഇത് വേണം, ഇത് വെന്ത് കിട്ടാനായിട്ട്. ഇനി നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇത് തണുത്തതിന് ശേഷം ഇതുപോലെ ഞാൻ 3 ലെയറാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 ലെയറോ 2 ലെയറാക്കി എടുക്കുക. അപ്പോൾ ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക്
നമ്മൾ ഷുഗർ സിറപ്പ് സാധാരണ ചെയ്യുന്ന പോലെ ചെയ്തിട്ട് അതിലേക്ക് കുറച്ചും കൂടെ മാംഗോ പ്യൂരിയും കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1.5 കപ്പ് ക്രീമും ബീറ്റ് ചെയ്ത് ഇതുപോലെ സ്റ്റിഫാക്കി എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്കിനി കേക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ കേക്ക് ബോർഡുമ്പോൾ ക്രീം കുറച്ച് തേച്ചിട്ട് ഫസ്റ്റ് ലെയർ മേലത്തെ ലെയർ ഫസ്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഇതുപോലെ മുഴുവനായിട്ടൊന്ന് നനച്ചു കൊടുത്തിട്ട് ക്രീം ഇട്ട് കൊടുക്കുക. ഇനി ക്രീമിൻ്റെ മേലെ നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മാംഗോയുടെ പ്യൂരി ഉണ്ടല്ലോ, അതൊരു 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ കുറച്ച് ക്രീം വേറൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെയായാലും ചെയ്യുക. അധികം ആവരുത്. അധികമായിട്ടുണ്ടെങ്കിൽ സൈഡിൽ കൂടെ ഒക്കെ പുറത്തേക്ക് ഇത് ഒലിച്ചിറങ്ങും. അപ്പോൾ ഇതുകൊണ്ട് കുറച്ച് ഒഴിച്ചിട്ട് ഇതുപോലെ ക്രീമിൽ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ടും ക്രീമിൽ ഒഴിച്ചു കൊടുക്കാണ്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. മേലെ ഇനി കുറച്ചും കൂടെ, അതും അധികം ആവരുത്, സൈഡിൽ കൂടെ പുറത്തേക്ക് വരും. 4 സൈഡിലേക്കൊന്നും അധികം ആക്കാണ്ട് പതുക്കെ ഒന്ന് ഇതുപോലെ ഒഴിച്ചിട്ട് പരത്തി കൊടുക്കണം. സൈഡിലേക്കൊന്നും ആക്കാണ്ട് ഇതുപോലെ നടുഭാഗത്തേക്ക് ആക്കിയിട്ട് പരത്തി കൊടുക്കുക. ഇനി വീണ്ടും ഇതുപോലെ തന്നെ നടുവിലത്തെ ലെയർ വെച്ച് കൊടുക്കുക. ഷുഗർ സിറപ്പ് വെച്ച് ഇതുപോലെ നനയ്ക്കുക. ക്രീം ഇടുക, അതിൻ്റെ മേലെ മാംഗോ പ്യൂരി ഇടുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതുപോലെ 3 ലെയറും ചെയ്യാം. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ഏറ്റവും താഴത്തുനിന്നുള്ള ആ ഒരു പീസ് ഇനി ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കണം. നിരപ്പായ പീസ് ഇതിൻ്റെ മേലെ ഈ ലാസ്റ്റത്തെ പീസായിട്ട് മേലെ കമഴ്ത്തി ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ആദ്യം ക്രം കോട്ട് ഇതുപോലെ ക്രം കോട്ട് ചെയ്തിട്ട് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ക്രീം ഫുള്ളായിട്ട് കട്ടിയിൽ തേച്ചിട്ട് ഇത് ഫുള്ളായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് ഒരു സ്ക്രൈപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലൈൻ ചെയ്തിട്ട് എടുത്തിട്ട് വീണ്ടും ഒന്ന് തണുപ്പിച്ചെടുക്കുക. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് മാംഗോ പ്യൂരി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് തണുത്ത കേക്കിൻ്റെ മേലേക്കായിട്ട് തന്നെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇതിൽ വെള്ളമൊന്നും ചേർക്കരുത്. ഇതേ അളവിൽ തന്നെ, ഇതേ കട്ടിയിൽ തന്നെ മേലെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കുമ്പോൾ തന്നെ മുഴുവനായിട്ട് ഇങ്ങനെ പോകണ ഒരു കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ മുഴുവനായിട്ടും പുറത്തേക്ക് പോകും, കേൾക്കുമ്പോൾ നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒഴിക്കാണ്ട് തന്നെ എടുക്കണം. ഇതുപോലെ എല്ലായിടത്തേക്കും ആക്കി കൊടുക്കുക. സൈഡിലേക്ക് ഇതുപോലെ കുറച്ചൊക്കെ ഒന്ന് ഒലിച്ചിറങ്ങുന്ന ഒരു ഡിസൈൻ പോലെ ആക്കിയിട്ട് നമുക്ക് ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ഡാർക്ക് ചോക്ലേറ്റ്. ഇതുപോലെ നമുക്കൊരു പോർഷൻ തിരിച്ചിട്ട് ഒരു സൈഡിൽ ചോക്ലേറ്റിൻ്റെ എന്തെങ്കിലും ഡിസൈൻ ചെയ്ത് കൊടുക്കുക. അത് മുഴുവനും ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാൻ ഇപ്പുറത്ത് എഴുതാനുള്ളത് കൊണ്ട് മേലെ മാത്രം ഒരു സൈഡ് ഇതുപോലെ ഡിസൈൻ ചെയ്യുക. അത് ടീസ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇതുപോലെ വരഞ്ഞെടുത്താൽ ഡിസൈനൊക്കെ ആയിട്ട് വരും. അപ്പോൾ അതിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സൈഡിലേക്കും നടുവിലേക്കും ഒക്കെ ഇതുപോലെ ഒന്ന് ടീസ്പൂൺ വെച്ചിട്ട് ആ ചോക്ലേറ്റ് മുന്ന് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ അപ്പോൾ ആ മാംഗോ പ്യൂരിയുടെ ആ ഒരു ഇതും ചോക്ലേറ്റും കൂടെ ഒന്നിച്ചതാവുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ഡിസൈനായിട്ട് വരും. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഈ ചോക്ലേറ്റ് ഒന്ന് സെറ്റാവാൻ വേണ്ടി കുറച്ച് നേരം നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി ഇതുമ്പോൾ നമുക്കൊരു ഫ്ലവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് ക്രീം എടുത്തിട്ട് അതിലേക്ക് ഞാനിപ്പോൾ യെല്ലോ ഫ്ലവറും ചെയ്യാൻ പോകണം. അപ്പോൾ ഇതുപോലെ യെല്ലോ ജെൽ കളർ ഒരു തുള്ളി ഒഴിച്ചു കൊടുക്കുക. ലിക്വിഡ് കളർ എടുക്കരുത്, ക്രീമിൽ ജെൽ കളർ ഒഴിക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഇതുപോലെ ക്രീം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയെടുക്കണം. അപ്പോൾ പൈപ്പിംഗ് ബാഗിൽ നമുക്ക് നോസിൽ വേണം, റോസ് പെറ്റലിൻ്റെ നോസിലാണ് ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് ആ നോസിലിട്ടിട്ട് സൈഡിൽ കുറച്ച് വൈറ്റ് ക്രീം ഇതുപോലെ തേച്ച് കൊടുക്കുക. നിർബന്ധമില്ല, നമ്മൾ ഫ്ലവർ ചെയ്യുമ്പോൾ ഇടയിൽ ചെറുതായിട്ടൊരു വൈറ്റ് കളർ കാണാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ചൊരു സൈഡിൽ കുറച്ച് വൈറ്റ് കളർ ക്രീം ഇട്ടതിന് ശേഷം നമ്മൾ നേരെ ഒരു ഗ്ലാസ്സിലേക്ക് പൈപ്പിംഗ് ബാഗ് ഇതുപോലെ ഇറക്കി വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ക്രീം അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. എന്നിട്ട് നേരത്തെ കളർ ചേർത്ത് വെച്ചിട്ടുള്ള യെല്ലോ ക്രീമും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇനി ഇതൊരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് റോസ് ഫ്ലവറാണ് ഞാൻ ചെയ്യാൻ പോണത്.
അപ്പോൾ ഇതിൻ്റെ റോസ് പെറ്റലിൻ്റെ നോസിലാണ് നമ്മൾ ഇതിലിട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് ക്രീം മുഴുവനും അറ്റത്തേക്ക് ഇതുപോലെ ടൈറ്റാക്കിയിട്ട് ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഫ്ലവർ ചെയ്യാം. അപ്പോൾ ഫ്ലവറിൻ്റെ റോസ് ഫ്ലവറിൻ്റെ നെയില് ഞാൻ എടുത്തിട്ടുണ്ട്, ഒന്ന് ഇത്തിരി വലുതും ഒന്ന് ചെറുതും. അപ്പോൾ ഈ നെയിലിൻ്റെ സ്റ്റാൻഡ് ഇതുമ്മ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം കുറച്ച് ക്രീം ഇതുമ്മ ഈ സ്റ്റാൻഡുമ്മ കുറച്ച് ക്രീം ബേസായിട്ട് ആദ്യം ഇട്ട് കൊടുക്കണം. നേരെ തന്നെ ഫ്ലവർ വരച്ചാൽ അത് നമുക്ക് എടുക്കുമ്പോൾ ഫ്ലവർ ഷേപ്പ് മാറും. അപ്പോൾ കുറച്ച് ക്രീം ബേസ് ഇട്ടതിന് ശേഷം ഇനി നമുക്കിതുപോലെ റോസ് ഫ്ലവർ വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളിൽ വൈറ്റ് ക്രീം ഇട്ടതുകൊണ്ട് ചെറുതായിട്ടൊരു വൈറ്റ് കളർ സൈഡിലൊക്കെ ഇതുപോലെ കാണാം. അതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഫുള്ള് യെല്ലോ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതുപോലെ നമ്മൾ തിരിച്ച് കൊടുത്തിട്ട് റോസ് പെറ്റൽസ് നമ്മൾ ഇതുപോലെ വരച്ചെടുക്കുക. ഈ നോസിലിൻ്റെ കൂർത്ത ഭാഗം മേലക്കാക്കി പിടിച്ചിട്ട് വേണം ഇതുപോലെ പെറ്റൽസൊക്കെ നമുക്ക് വരച്ചെടുക്കാൻ. ഇതായിട്ടുണ്ട്. ഇനി ഇതെവിടെയാണോ നമ്മൾ കേക്കിൽ വെക്കാൻ പോകണമെന്ന് വെച്ചാൽ അവിടെ കുറച്ച് ക്രീം ഇതുപോലെ വെച്ച് കൊടുക്കുക. ആദ്യം ഒന്ന് ഉയർന്നിരിക്കാൻ വേണ്ടി ആദ്യം കുറച്ച് ക്രീം ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഫ്ലവർ ഒരു ഫോക്ക് വെച്ചിട്ട് ഇതുപോലെ എടുത്തിട്ട് അവിടെ വെച്ച് കൊടുക്കുക. ഈ മാംഗോ പ്യൂരിയുടെ മേലായ കാരണം വെക്കുമ്പോൾ ഒന്ന് ഇത്തിരി വഴുക്കി പോണ പോലെ ഉണ്ടാവും. അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊന്ന് വെക്കാം. ഇനി ചെറിയ പെറ്റലിൻ്റെ നെയിലിട്ടിട്ട് ഇതുപോലെ ചെറിയൊരു ഫ്ലവർ ഇവിടെ ചെയ്യാം. അധികം വിരിയാത്ത പോലത്തെ ഫ്ലവറാണ് ഈ ചെറിയ ഇതിൽ ചെയ്യാൻ പറ്റുക. ഇതുപോലെ ചെറിയതും കൂടെ ചെയ്തിട്ട് അതും വെച്ച് കൊടുക്കുക. ഇനി കളർ മാറ്റി വേറെ ഫ്ലവറൊക്കെ വെക്കണമെങ്കിൽ അതുപോലെ ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു കളറിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. 3 ഫ്ലവർ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ രണ്ടാമത്തത് ഇതുപോലെ നമ്മൾ കുറച്ച് ക്രീം ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. ഇനി ഒരു ഫ്ലവറും കൂടെ ഇതുപോലെ ചെയ്തിട്ട് അതും വെച്ച് കൊടുക്കുക. ഇപ്പോൾ 3 ഫ്ലവറും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ നമുക്കൊന്ന് എഴുതണം. ഇതിപ്പോൾ ഞാനൊരു പെരുന്നാൾ സ്പെഷ്യൽ കേക്ക് ആയതുകൊണ്ട് ഞാൻ ഈദ് മുബാറക്ക് എന്നാണ് എഴുതാൻ പോണത്. അപ്പോൾ ഇത് ഓർഡർ കേക്കല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈദ് മുബാറക്ക് എന്ന് എഴുതുന്നുണ്ട്. അതിന് മുൻപ് നമുക്ക് കുറച്ച് വൈറ്റ് ക്രീം എടുത്തിട്ട് ഇതുപോലെ സൈഡ് ഒന്ന് ഷെൽ നോസിൽ ഇട്ടിട്ട് ഇതുപോലെ നിർബന്ധമില്ല, ഒന്നും കൂടെ ഒന്ന് ഫിനിഷിങ്ങിന് വേണ്ടി ഇതുപോലെ ഒന്ന് ഷെൽ നോസിൽ വെച്ചിട്ട് ഷെല്ല് ചെയ്തെടുക്കുക. ഇതുപോലെ 4 സൈഡും ചെയ്തെടുക്കുക. ഇപ്പോൾ 4 സൈഡും ഷെൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുമേലേക്ക് എഴുതണം. അപ്പോൾ ഞാൻ ഇതുമേൽ നമ്മൾ മാംഗോ പ്യൂരിയുടെ മേലെ എഴുതാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇതിങ്ങനെ ഒരു സ്ലിപ്പായി നിൽക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോക്ലേറ്റ് കൊണ്ടാണ് എഴുതുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്കൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ട് ചോക്ലേറ്റും കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഫ്രീസറിൽ വെച്ച് കുറച്ച് നേരം തണുപ്പിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് നെയിം എഴുതി കൊടുക്കാം. ഇത് എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ സൈഡിൽ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക. അതിന് എന്തെങ്കിലുമൊക്കെ ഡിസൈനിങ് വേണമെങ്കിൽ ചെയ്യുക. അപ്പോൾ ഇനി നമുക്കൊരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം സെറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് എടുത്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഓർഡർ കേക്ക് അല്ലാത്തതുകൊണ്ട് ഞാനിത് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ട് മാംഗോ പ്യൂരി ഒക്കെ ഇട്ടിട്ടുള്ള ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ 3 ലെയറും കറക്റ്റായിട്ടുണ്ട്. ഇതുപോലെ മുറിച്ചിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് വെക്കാം. ഇപ്പോൾ മാങ്ങ കിട്ടുമ്പോൾ നമുക്ക് ആ ഒരു സീസൺ ആയതുകൊണ്ട് നല്ല പഴുത്ത മാങ്ങ കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്ത് വെക്കാം. മാങ്ങ ഇല്ലാത്ത സമയത്താണെങ്കിലും മാങ്ങയുടെ ഫ്ലേവർ കിട്ടും. പക്ഷേ അതിനേക്കാൾ ടേസ്റ്റ് ഇതുപോലെ നമ്മൾ ഫ്രഷ് മാംഗോ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. പിന്നെ ഇതിലേക്ക് മാംഗോ ഫ്ലേവർ വേണമെങ്കിൽ ചേർത്തിട്ട് ഒന്നും കൂടെ കളറൊക്കെ ആക്കപ്പോൾ ഞാൻ വേറെ കളറൊന്നും ചേർത്തിട്ടില്ല. ഈ മാംഗോ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.